രാവിലെ ഒന്നും കഴിക്കാതിരുന്ന് രാവിലെ എഴുന്നേൽക്കുന്ന വഴി, അതായത് രാവിലെ എഴുന്നേറ്റ് ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ നടന്നു പോയിട്ട് എൻ്റെ വാഷ്റൂമിൽ പോയിട്ട് തണുത്ത വെള്ളത്തിൽ ഒരു കുളി. തണുത്ത വെള്ളത്തിലൊരു കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാനഡയിലാണ്. കാനഡയിലെ തണുത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പിൽ വരുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോൾഡാണ്. അതായത് സമ്മർ ടൈമിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഏകദേശം ഫോൾ അല്ലെങ്കിൽ വിൻ്റർ ടൈമിൽ ഒരു 9 ഡിഗ്രി 10 ഡിഗ്രിയാണ് വെള്ളത്തിൻ്റെ തണുപ്പ് എന്ന് പറയുന്നത്. ആ തണുത്ത വെള്ളത്തിലൊരു കുഴി. അപ്പോൾ രാവിലെ അതിനുശേഷം ഒന്നും കഴിക്കാതെ നേരെ ഈദർ ഗോ ടു വർക്ക് ഓർ ലൈക്ക് രാവിലെ വീക്കെൻഡോ ശനി ഞായറൊക്കെ ആണെങ്കിൽ രാവിലെ കഴിഞ്ഞിട്ട് ഐ ഗോ ടു മൈ ലൈക്ക് ഇപ്പോൾ യൂട്യൂബോ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ കഴിക്കുന്നത് ഏകദേശം ഒരു 12:30 ഒരു സമയത്താണ്. അപ്പോൾ അതിനുശേഷം പിന്നെ കഴിക്കലൊന്നുമില്ല. പിന്നെ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണി കൊണ്ട് ലൈക്ക് ബിഫോർ 7 o'clock മോസ്റ്റ്ലി ഐ ഫിനിഷ് മൈ സപ്പർ. ദിസ് ഈസ് ഹൗ ഐ റീവയർഡ് മൈ ബ്രെയിൻ ഫോർ ഫോക്കസ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്താണെന്ന്. സൗണ്ട്സ് ക്രേസി. യെസ്, ഇറ്റ് ഈസ് ക്രേസി. പക്ഷേ ഈ 2 ട്രിക്സാണ് ചേഞ്ച്ഡ് ഹൗ ഐ ക്യാൻ ഈസിലി ഫോക്കസ്. ലൈക്ക് ഇൻ എ സ്നാപ്പ് ഓഫ് എ സെക്കൻഡിൽ എന്നെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്ന, ഫോക്കസ്ഡ് ആക്കി എനിക്ക് ഒരുപാട് വർക്ക് ലൈക്ക് ഇമെൻസ് എമൗണ്ട് ഓഫ് വർക്ക്, എനർജി ക്രിയേറ്റ് ചെയ്യുന്ന, വലിയ വർക്കിന് വേണ്ടിയിട്ട് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന 2 സിമ്പിൾ റുട്ടീൻ ദാറ്റ് ഐ ഫോളോ. റുട്ടീൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആളുകൾ ഇപ്പോൾ നമ്മളെ ഭയങ്കര റുട്ടീൻ്റെ ആളുകളാണ് അങ്ങനെ ഒന്നും. യു ഡോണ്ട് തിങ്ക് ഇറ്റ് വെരി കോംപ്ലക്സ്. ഇതിനു മുമ്പ് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാനിങ്ങനെയല്ല. ഐ ഓപ്പൺലി അഡ്മിറ്റ്. ഇതൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. 2 വർഷം കൊണ്ട് ഐ അച്ചീവ്ഡ് എ ലോട്ട്. അപ്പോൾ സിറ്റുവേഷൻ ഒരു 2 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു, ജങ്ക് ഫുഡ് നന്നായിട്ട് കഴിക്കുമായിരുന്നു, മക്ഡൊണാൾഡ്സ്, KFC, Tim Hortons, Dairy Queen, like you name it, like Canada, you get any American plus Canadian fast food chain in your vicinity. നിങ്ങളൊരു സിറ്റിയിലേക്ക് നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ജങ്ക് ഫുഡും പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ട് സാധിക്കും. അത് മെജോറിറ്റി ഡ്രൈവ് ത്രൂ ആണ്. നമുക്ക് കൺവീനിയൻ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹൈ ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയി നമ്മുടെ ഓർഡർ നമ്മളൊരു സ്ക്രീനിനോട് പറഞ്ഞാൽ അവരുടെ ഈ സ്ക്രീനിൽ അവർ ഓർഡർ എടുത്തിട്ട് നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ഫുഡ് തരുന്നു, നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മൾ പുറത്തിട്ട് വരുന്നു, നമ്മൾ കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വർക്കിന് പോകുന്നു. ദിസ് വാസ് മീ 2 years ago. 2 വർഷം മുമ്പ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ജോലിയുടെ ടെൻഷൻ പ്രഷർ മൂലം എനർജി കുറവാണ്. തലേദിവസം കിടന്ന് ലേറ്റായിട്ടുണ്ടാകും, തലേദിവസം ഗെയിം കളിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ തലേദിവസം നമ്മൾ വെറുതെ ഫ്രണ്ട്സുമായിട്ട് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കണ്ട് നമ്മൾ സമയം കളഞ്ഞിട്ടായിരിക്കും രാവിലെ എഴുന്നേറ്റിട്ട് വർക്കിന് വേണ്ടിയിട്ട് ഓടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഓടാൻ നേരത്ത് രാവിലെ തന്നെ ഞാൻ നമുക്കിപ്പോൾ ഈസി കൺവീനിയൻസ് ആണല്ലോ വേണ്ടത്. അപ്പം ഷോർട്ട് കട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് വണ്ടി കയറുന്നു, നേരെ ഡ്രൈവ് ചെയ്തിട്ട് ടിം കാനഡയിലുള്ള എല്ലാവർക്കും അറിയാം, ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിനാണ്, കോഫി ചെയിനാണ്. ഒരു കോഫിയാണ് അവരുടെ മെയിൻ. പ്ലസ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, ലൈക്ക് ദേ ഹാവ് ഓൾ ദ ടൈപ്സ് ഓഫ് ഫുഡ്. അപ്പം രാവിലെ തന്നെ പോകുന്നു. ഡ്രൈവ് ത്രൂവിൽ ആദ്യം തന്നെ കനേഡിയൻ ദാമയോട് അല്ലെങ്കിൽ അമ്മച്ചിയോട് പറയുന്നത് എനിക്കിന്ന ഫുഡ്, മെജോറിറ്റി ഞാൻ എഗ്ഗാണ് കഴിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്നെ തന്നെ കൺവീൻസ് ചെയ്യാണ് ഐ നീഡ് ടു ഈറ്റ് സംതിങ് ഹെൽത്തി. അപ്പം ഞാൻ സോസേജ് ഓൺ എഗ്ഗാണ് എപ്പോഴും. സോസേജ് ഓൺ എഗ് എന്താണ് ഞാൻ മറന്നുപോയി. ഇപ്പം ഞാനത് കഴിക്കാറില്ല ഓൾമോസ്റ്റ് 2 years. എഗ് ഓൺ ആൻ ഇംഗ്ലീഷ് മഫിൻ, അതാണ് ഞാൻ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. പ്ലസ് 1 കോഫി. ഇതാണ് ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നു, ചെല്ലുന്നു. എനിക്ക് അവിടെ വിത്തിൻ ഒരു 5 minutes ഉണ്ട്, തിരക്കില്ലേ 5 minutes കൊണ്ട് എനിക്ക് ഫുഡ് കിട്ടും. ഫുഡ് എടുക്കുന്നു, ഞാൻ ഫുഡ് കഴിക്കുന്നു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടാണ്, 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു എനിക്ക് വർക്കിലേക്ക്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കഴിച്ചുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. വർക്കിന് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല, ക്ലാരിറ്റി ഇല്ല. വർക്കിന് എന്നിട്ട് അവിടെ ഫ്രീ കോഫിയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന അടുത്ത കോഫി എടുക്കുന്നു, കോഫി കുടിക്കുന്നു, ലൈക്ക് കാഫീൻ ബൂസ്റ്റാണ്. പിന്നെ കഴിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് നോട്ട് ഗുഡ്. ഇത് തന്നെ എനിക്ക് വണ്ണം വെക്കുന്നു, എനിക്ക് എനർജി കിട്ടുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, വർക്കിൽ ഫോക്കസ് ആകാൻ സാധിക്കുന്നില്ല. ഒരുപാട് എന്നെ തന്നെ അലട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയിട്ട് ആദ്യം ചെയ്ത് നമ്മൾ ഗൂഗിൾ ചെയ്യും എങ്ങനെ എനിക്ക് എൻ്റെ എനർജി കൂട്ടാം, അല്ലെങ്കിൽ ഫോക്കസ് കൂട്ടാം, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആക്കാം, ജിമ്മിൽ എങ്ങനെ പോകാം. അപ്പോൾ അങ്ങനെ കുറേ ഞാൻ വായിച്ചു. പിന്നെ ആപ്സ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടൊരു സംഭവമാണ്. ആപ്പുകൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എന്തോ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. ഇപ്പം ആപ്പിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തു 2-3 മാസം. വർക്കൗട്ടായില്ല, വീണ്ടും ഫെയിലിയറായി. ഗോയിങ് ബാക്ക് ടു ദ സെയിം ലൂപ്പ്. 2023 ആ ഒരു സമയത്ത് വീണ്ടും ആ കറക്കം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു ലൈക്ക് വാട്ട് ഐ ക്യാൻ ഡു which is very simple.
എഗെയിൻ എൻ്റെ പഴഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നത് ഐ എം ട്രൈങ് ടു ഇംപ്ലിമെൻറ്റ് വെരി സിമ്പിൾ സിസ്റ്റംസ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ കുറേ ഡീപ്പറായിട്ട് വായിക്കുക, അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് വീഡിയോസ് കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കോൾ ഷവർ 2 വർഷം മുമ്പാണ് ആ ഒരു ടേം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ പണ്ടൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്, ഇപ്പോൾ എൻ്റെ സംഗീത എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവനൊക്കെ രാവിലെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ കനാലിൽ കുളിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നൊരു എക്സാമ്പിളാണ് എൻ്റെ ലൈഫിൽ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കോട്ടയൊക്കെ വിടാതെ ക്ലാസ്സിലിരുന്നു 3 മണി വരെ എനിക്ക് വായിക്കോട്ടയൊന്നും വന്നില്ല. വളരെ പവർഫുള്ളായി വളരെ എനർജറ്റിക് ആയിട്ട് ഞാൻ ഇരുന്നു എന്ന് പറയുന്നത് ആ ഒരു ഡേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ സംഗീതൻ്റെ വീട്ടിൽ ഞങ്ങൾ സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഞാൻ സംഗീതം രാവിലെ എഴുന്നേറ്റിട്ട് അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കനാലിൽ കുളിക്കാൻ പോയി. രാവിലെ ഒരു 6:30 സമയത്താണ് ഞങ്ങൾ രാവിലെ ഓടാൻ പോയി. അപ്പോൾ അവൻ ഓടാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ അവനോട് കമ്പനിക്ക് പോയതാണ്. ഞാനൊരു ഇത്ര മീറ്റർ ഓടി കഴിഞ്ഞാൽ ഞാൻ കിതയ്ക്കാൻ തുടങ്ങി. പിന്നെ അവൻ സൈക്കിളിൽ സൈക്കിൾ വെച്ചിട്ട് ഞങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടി പോയി കനാലിൽ ഇറങ്ങി. അപ്പോൾ ഒഴുക്കുള്ള ചെറിയ കനാലാണ്. രാവിലെ ഇറങ്ങി ഇപ്പോൾ ഒരു ഡിസംബർ സമയമൊക്കെ ആയിരുന്നു അന്ന്. എൻ്റെ മോനെ ഇത്രയും തണുപ്പുള്ള വെള്ളത്തിൽ ഞാൻ ആ ഒരു സമയത്തായിരിക്കും. അതിന് മുമ്പ് ഞാൻ കുളത്തിൽ കുളിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പം ഐ എം യൂസ് ടു ലൈക്ക് നീന്തലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. തണുത്ത വെള്ളം, ഭയങ്കര ഒഴുക്ക്. അപ്പോൾ ഭയങ്കരമായിട്ട് അതിനകത്ത് ഒരു അരമണിക്കൂറകത്ത് നീന്തി. അതിനുശേഷം വന്ന് രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സംഗീതം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ക്ലാസ്സിൽ പോയി. ക്ലാസ്സിൽ പോയപ്പോൾ എന്തെന്നില്ലാത്ത ഭയങ്കര എനർജി. അങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട്, ഞാൻ അന്ന് 3 മണി വരെ ഞാൻ ഭയങ്കര ഹൈപ്പർ ഫോക്കസ്ഡ് ആയിരുന്നു എന്നൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് വളരെ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിച്ച് വാസ് ആക്ച്വലി കോൾ ഷവർ. അതൊരു കോൾ ഷവർ എന്ന് പറയുന്നില്ല, ഒരു കോൾ പ്ലഞ്ച് എന്നൊക്കെ പറയാം. അപ്പം ഇതിനോട് യോജിക്കാത്ത കുറേ ആളുകൾ ഉണ്ടാകാം. ബട്ട് ദിസ് ഈസ് ഓൾ മൈ പെർസ്പെക്റ്റീവ്. ദിസ് ഈസ് വാട്ട് ഐ ഡിഡ്. ആൻഡ് ഇത് എനിക്ക് പേഴ്സണലി എനിക്ക് എന്നെ മാറ്റിയെടുക്കാൻ സഹായിച്ച ഫാക്ടറിൽ ഒരു സാധനം കോൾ ഷവറാണ്. എപ്പോഴും ഞാൻ പറയുന്നത്, പണ്ട് ഞാൻ എൻ്റെ കോളേജ് സമയത്താണ്, ഞാൻ 10 വർഷം മുമ്പത്തെ ഒരു കഥയായിട്ടാണ് പറഞ്ഞത്. 10 വർഷം മുമ്പ് ഞാൻ എനിക്ക് ആ ഒരു ഡേ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ മെമ്മറബിളാണ്. നമ്മുടെ ചില മൊമെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ വളരെ മെമ്മറബിൾ ആയിട്ട് നിൽക്കും. അങ്ങനെ നിന്ന ഒരു മൊമെൻ്റാണത് എനിക്ക്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2023 ശേഷം ഞാൻ ഈ പറഞ്ഞ ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് വായിച്ച് തുടങ്ങി. ഞാൻ ഈ കോൾ ഷവറിൻ്റെ വീഡിയോസ് കണ്ട് കോൾ ഷവർ ചെയ്യുന്ന ആളുകളെ പറ്റി കണ്ടപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. എനിക്ക് നല്ലൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, എല്ലാ സോക്കർ ഫാൻസും അല്ലെങ്കിൽ സോക്കർ എന്ന് പറയുന്നത്, നോർത്ത് അമേരിക്കയിലെ സോക്കർ എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ എന്ന് പറയുന്നത്, ഫുട്ബോൾ ഫാൻസ് കമയർ ക്രിസ്ത്യാനോ റൊണാൾഡോ പുള്ളിയുടെ റുട്ടീനിൽ ഉള്ള ഒരു സാധനമാണ് കോൾഡ് പ്ലഞ്ച്. അപ്പം എന്തുകൊണ്ടായിരിക്കും അത്രയും ഒരു പ്രശസ്തി അല്ലെങ്കിൽ അത്രയും പ്രശസ്തി നേടിയ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ പോലത്തെ ഒരു അത്ലീറ്റ് അല്ല, ഒരു സ്പോർട്സ്മാൻ, ഒരു ഫുട്ബോൾ പ്ലെയർ കോൾ ഷവർ ചെയ്യുന്നത്? അയാൾക്ക് ഒരുപാട് ഹീസ് റിച്ച്, സൂപ്പർ റിച്ച്. അപ്പോൾ ഒരുപാട് കോച്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊരു പാർട്ട് ഓഫ് റൂട്ടിൽ എന്തുകൊണ്ടാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? അപ്പോൾ അതൊക്കെ എനിക്ക് ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വായിക്കാൻ തുടങ്ങി. എന്താണ് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ രാവിലെ എഴുതിക്കുമ്പോൾ തണുത്ത വെള്ളം നിങ്ങളുടെ ബോഡിയിൽ വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ടേംസ് ഒന്നും പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. എനിക്ക് കോൾ പ്ലഞ്ച് ചെയ്യാനായിട്ട് സമയം വേണം. അപ്പോൾ എനിക്ക് ബാറ്റബ് ഉണ്ട് ഇവിടെ. ബാറ്റബിനകത്ത് കോൾഡ് വെള്ളം നിറച്ച് രാവിലെ എഴുന്നേറ്റ് അതിയിട്ട് ഇറങ്ങാനുള്ള സമയമൊന്നും അത്ര ഏർലി ആയിട്ട് ഞാൻ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയല്ല. ബട്ട് ഞാനൊരു 6:30 ഒക്കെ ആകുമ്പോഴേ ഞാൻ എഴുന്നേൽക്കാറ്. ആൻഡ് ഐ ഡു ലൈക്ക് കോൾഡ് ഷവർ. രാവിലെ എഴുന്നേൽക്കുന്നു, ഐ ഗോ സ്ട്രെയിറ്റ്ലി ഷവറുണ്ട്. ഷവറിനകത്ത് കോൾഡ് വാട്ടർ ഞാൻ ഓൺ ചെയ്യും ടാപ്പിൽ. വിൻ്റർ ആണെങ്കിൽ അതൊരു 4 to 9 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും തണുപ്പ്. സമ്മർ ടൈം ആണെങ്കിൽ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് to 30 ഡിഗ്രി, ഇപ്പോൾ 26 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. ഒരു നോർമൽ തണുപ്പ്, നമ്മുടെ നാട്ടിലെ പച്ചവെള്ളം എന്ന് പറയുന്ന നാട്ടിലെ ഒരു വെള്ളം. അപ്പോൾ അതാണ് എൻ്റെ ഒരു വേരിയൻസ്. അപ്പം രാവിലെ ഞാൻ നേരെ പോകുന്നു, ഷവർ ഓൺ ചെയ്യുന്നു. ഞാൻ വിത്തിൻ ഒരു 3 minutes, ഒരു ഇത്ര ടൈം ഫ്രെയിം ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഡു യുവർ റിസർച്ച്. ഞാൻ പറയുന്നത് കേട്ടിട്ട് ചാടിപ്പൊടി ചെയ്യരുത്. ജസ്റ്റ് ഡു യുവർ ഗുഡ് റിസർച്ച്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഐ ഡു ലൈക്ക് 2 to 3 minutes ആണ് ഞാൻ ഷവറിൻ്റെ അടിയിൽ സ്പെൻഡ് ചെയ്യുന്നത്. അത് ഇറ്റ്സ് ടഫ്. തുടക്കത്തിൽ ആ ഒരു റൊട്ടീൻ ബിൽഡ് ചെയ്യാന്നുള്ളത് ലൈക്ക് തുടക്കത്തിൽ ഫണ്ണി സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കയറിയിട്ട് നമ്മൾ ടാപ്പ് ഓപ്പൺ ചെയ്യും, കോൾ ഷവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിൽക്കും. ഷവർ ഓൺ ചെയ്തിട്ട് വെള്ളം തൊടാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ മാറി നിൽക്കും, ഇങ്ങനെ അയ്യോ എനിക്ക് വെള്ളം തൊടണ്ട. നമ്മളിങ്ങനെ ഒരു 5 minute 10 minute ഒക്കെ നിന്ന ദിവസങ്ങളുണ്ട്. അതിൽ നമുക്ക് മടിയാണ്, ലൈക്ക് അതിലേക്ക് കയറാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഇപ്പോൾ ഐ ജസ്റ്റ് ഓപ്പൺ ആൻഡ് ഐ ഗോ. ഒരു ചെറിയൊരു മൈക്രോ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ഇത്ര സെക്കൻഡ്സിൽ എൻ്റെ മൈൻഡ് തോട്ടുണ്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി ബാഡ്, ബട്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി ടഫ്. ബാഡ് എന്നല്ല, ദിസ് ഇസ് ഗോയിങ് ടു ബി ടഫ്, ബട്ട് ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ സഹായിച്ച ഒരു ടേം എന്ന് പറഞ്ഞാൽ, ഒരാൾ പറഞ്ഞതാണ്, അതൊക്കെ വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത്രേ ഉള്ളൂ, നിങ്ങൾ 10 അല്ല 20 minute അവിടെ നിന്നാൽ പോലും വെള്ളത്തിൻ്റെ തണുപ്പ്
മാറാൻ പോണില്ല. ദാറ്റ്സ് ഗോണ ബി ദ സെയിം. ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു, എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്ത് വരാം. അതാണ് ഞാൻ എപ്പോഴും കോൾ ഷവർ ഇപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിൽ ആലോചിക്കുന്ന ഒരു ടൈം. ലൈക്ക് ഇഫ് ഐ വെയിറ്റ്, തണുപ്പ് മാറാനായിട്ട് പോകുന്നില്ല, തണുപ്പ് അത് ബെറ്റർ ആകാൻ പോകുന്നില്ല, ചൂടുവെള്ളം എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അൺലെസ് ഞാനത് ഇൻറ്റൻഷനലി തിരിച്ച് ഹോട്ട് വാട്ടർ ആക്കി കഴിഞ്ഞു. ഇവിടെ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഉണ്ട്. അപ്പം ഞാൻ കോൾഡ് വാട്ടറാണ് എപ്പോഴും ഇടാറ്. അപ്പം ഐ ജസ്റ്റ് ഡു ഇറ്റ്. ഐം ഗോണ ഗോ ഇൻ. തുടക്കത്തിൽ പിന്നെ എനിക്ക് ഫ്രണ്ട് ഫേസിങ് വാസ് വെരി ഓക്കെ. ബാക്ക് ഫേസിങ്, ഷോൾഡറിലേക്ക് തിരിച്ച് നിന്നിട്ട് കോൾ ഷവർ പുറത്തോട്ട് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതും ഞാൻ പിന്നീട് മാറ്റിയെടുത്തു. ലൈക്ക് എല്ലാവർക്കും ചില വീക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും, ലൈക്ക് ഫോക്കസ് ഓൺ ഇറ്റ്. അപ്പം അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ലൈക്ക് ഗോയിങ് ബാക്ക് ടു മൈ 10 വർഷത്തിന് മുമ്പത്തെ കഥ, ഐ വാസ് ഹൈപ്പർ ഫോക്കസ്. സ്റ്റാർട്ട് ഗെറ്റിംഗ് എനർജി വരാൻ തുടങ്ങി, ഫോക്കസ്ഡ് ആകാൻ തുടങ്ങി. രാവിലെ ലൈക്ക് എന്തൊന്നില്ലാത്ത ഒരു ഡോപ്പമിൻ ഒരു ഹിറ്റാണ്. അപ്പം അത് നല്ലൊരു ഡോപ്പമിൻ ഹിറ്റാണ്. കാരണം അത് ലാസ്റ്റ് ചെയ്യുന്നൊരു ഡോപ്പമിൻ ഹിറ്റാണ്. ചോക്ലേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമിൻ ഹിറ്റുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നല്ലൊരു ഫുഡ്, നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഡോപ്പമിൻ ഹിറ്റുണ്ട്. നല്ലൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഡോപ്പമിൻ. എല്ലാം ഇൻസ്റ്റൻറ്റ് ഹിറ്റ്സാണ്. റീൽസ് നല്ലൊരു എക്സാമ്പിൾ. റീല് കാണുന്നു, അത് ഇടുന്നു. അപ്പോൾ അത് ഭയങ്കര ഡോപ്പമിൻ സൈക്കിൾസിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പം ഈ ഡോപ്പമിൻ ഹിറ്റ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഡോപ്പമിൻ ഹിറ്റാണ് കോൾ ഷവർ. അതായത് ഞാനൊരു പോയിന്റിൽ പറഞ്ഞത് ഡ്രഗ്സ്, അതായത് കൊക്കൈനൊക്കെ എടുക്കുന്ന ഡോപ്പമിൻ്റെനേക്കാളും കൂടുതലാണ് കോൾ ഷവർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റ്. എന്ന് വെച്ചിട്ട് കൊക്കൈൻ എടുക്കാനോ ഡ്രഗ്സ് എടുക്കാനൊന്നും അല്ല ഞാൻ ചാനൽ വഴി പറയുന്നത്. നോട്ട് സെയിങ് ദാറ്റ്. ഐം സെയിങ് ദിസ് ഡോപ്പമിൻ എന്നുള്ളൊരു സാധനം നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്തതോടെ ഫോക്കസ് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. രണ്ടാമതായിട്ട് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറായിട്ട് വീഡിയോ കുറച്ച് ലോങ് ആയി പോവാണ്. ഐ എഗ്രി, ബട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. ദിസ് ഈസ് വാട്ട് ഐ എം ഡൂയിങ് എവറി ഡേ. അതുകൊണ്ടാണ് ഞാൻ പാഷനായിട്ട് സംസാരിക്കുന്നത്. അപ്പം രണ്ടാമതായിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. വെറും ഫാസ്റ്റിംഗ് അല്ല, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ബ്രഞ്ച് ആൻഡ് ഡിന്നർ, ഇതാണ് ഞാൻ കഴിക്കുന്നത്. അഗെയിൻ ദിസ് ഈസ് മൈ റുട്ടീൻ. ഇത് തന്നെ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയാറില്ല. The reason I'm skipping breakfast, I don't know. Maybe ലൈക്ക് തുടക്കത്തിൽ ഇതൊക്കെ ചെയ്യാനുള്ള ഹാബിറ്റ് ബിൽഡിങ്ങിൻ്റെ സമയത്ത് രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ വിചാരിച്ചിട്ട് മേ ബി മൈ ബ്രെയിൻ വാസ് ലൈക്ക് ട്രൈങ് ടു ടേക്ക് എ ഷോർട്ട് കട്ട്. ബട്ട് ഐ ആക്ച്വലി കൺസൾട്ടഡ് വിത്ത് എ കാർഡിയോളജിസ്റ്റ് ബിഫോർ. കാരണം നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ കിങ് എന്നൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല നിങ്ങൾക്ക് പ്രശ്നം വരും എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. എന്ത് മുടക്കിയാലും ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അഗെയിൻ ഐ എം നോട്ട് എ മെഡിക്കൽ അഡ്വൈസർ. എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഐ കൺസൾട്ട് വിത്ത് എ ഡോക്ടർ. ഐ ആസ്ക്ഡ് ഹിം ദിസ് ഇസ് വാട്ട് ഐ എം ഡൂയിങ്, ഈസ് ഇറ്റ് ഓക്കെ? ആൻഡ് ഹീ ചെക്ക്ഡ്. എനിക്ക് ഐ ഹാഡ് ഇൻസ്റ്റൻസ് വേർ ഐ ഹാഡ് ടു ഡു മൈ ഹാർട്ട് ചെക്ക് ചെയ്ത സമയത്ത് ബിക്കോസ് നിങ്ങളായിരിക്കും എനിക്ക് ഹാർട്ട് റേറ്റ് പ്രോബ്ലം. അതല്ല, കോവിഡ് വന്ന സമയത്ത് മൈ കോവിഡ് വാസ് ബ്രൂട്ടൽ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഡോക്ടർ, കാർഡിയോളജിസ്റ്റ് എല്ലാ ചെക്കപ്പ്, ഹേർട്ടിനൊരു ചെക്കപ്പ് ഉണ്ട്, എൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു, ദിസ് ഇസ് വാട്ട് ഐ ഡിഡ് പാസ്റ്റ്. ഇപ്പോൾ ഒരു 1 to 2 years ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. ഇസ് ദിസ് വൈ ദിസ് ഹാപ്പൻഡ്? ഇത് ചെയ്തുകൊണ്ടാണോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു അല്ല, ദിസ് കോവിഡ് കൊണ്ടുവന്നതാണ്. അപ്പം പുള്ളിയോട് ഞാൻ ചോദിച്ചു, ഇസ് ഓക്കെ ഇഫ് ഐ സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്? പുള്ളി പറഞ്ഞു ദർ ഇസ് ലോട്ട് ഓഫ് സ്റ്റഡീസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ബോഡികൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ യു ഹാവ് ടു കൺസൾട്ട് വിത്ത് മെഡിക്കൽ പ്രാക്ടീഷണർ ബിഫോർ യു ഗോ ഡു സംതിങ്. അപ്പോൾ എൻ്റെ കേസിൽ ഹി സെഡ് ഇറ്റ് വാസ് ഫൈൻ. അഗെയിൻ ഐ സെഡ്, നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഗോ സീ എ ഡോക്ടർ ആൻഡ് കൺസൾട്ട് വിത്ത് ആ ഡോക്ടർ. ഞാനൊരു മെഡിക്കൽ അഡ്വൈസർ അല്ല. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആഡ് ചെയ്ത് ബ്രഞ്ചും ഈവനിങ് സപ്പറും. അതിൻ്റെ ഇടയിൽ സ്നാക്കിംഗ്, നോ ഷുഗർ, നോ സ്നാക്കിംഗ്, ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. ബ്രഞ്ച് പ്രോപ്പറായിട്ട് കഴിക്കും. പ്രോട്ടീൻ ഐ ട്രൈ ടു ഹിറ്റ് പ്രോട്ടീൻ. ദെൻ ഈവനിങ് 6 ഞാനും വൈഫ് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ വിൽ ട്രൈ ടു ഈറ്റ് അഗെയിൻ നെക്സ്റ്റ് ഫുഡ്. അതേ ഉള്ളൂ. ദർ ഈസ് നോ ലേറ്റ് നൈറ്റ് സ്നാക്കിംഗ്. പിന്നെ വൺസ് ഇൻ എ വൈൽ, ലൈക്ക് വെൻ വി ഗോ ഔട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മളൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ റുട്ടീൻ ബ്രേക്ക് ആവും. വി ആർ ഹ്യൂമൻസ്. നമുക്ക് റോബോട്ട് പോലെ ജീവിക്കാനൊന്നും പറ്റത്തില്ല. ബട്ട് 80% ഐ കോൺഫിഡൻ്റ്ലി സേ ഐ ഫോളോ ദിസ് ആൻഡ് ദിസ് വാസ് ഇംപ്രൂവിങ് മൈ ഫോക്കസ്. എൻ്റെ ബ്രെയിൻ റിവയർ ചെയ്തു, ഹൈപ്പർ ഫോക്കസ്. ഞാൻ കൂടുതൽ ഇപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് തൊട്ട് മുമ്പ് പോലും ഐ ഡിഡ് എ കോൾ ഷവർ ചെയ്താണ് ഹൈപ്പർ ഫോക്കസ്ഡ്. ഐം ലൈക്ക് പംപ്ഡ്. ഐ ഹാവ് ഗുഡ് എനർജി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നേവൽ രവികാന്ത് പറഞ്ഞ ഒരു ലാസ്റ്റ് ഒരു സംഭവം വെച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഏൺ വിത്ത് യുവർ മൈൻഡ്, നോട്ട് യുവർ ടൈം. അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നേടാനായിട്ട് ശ്രമിക്കുക. ഫൈനാൻഷ്യലി നമ്മളിപ്പോൾ സമയം വെച്ചിട്ട് നമ്മൾ പണിയെടുത്തിട്ട് ജീവിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ടൈം ട്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്.
മെജോറിറ്റി ആളുകൾ ചിന്തിക്കുന്നത്. എല്ലാവരും ചിന്തിക്കുന്ന നല്ല ബിസിനസ് ചെയ്യുന്നവർക്ക് ദേ ഡോണ്ട് വാണ്ട് ടു ട്രെയിൻ ദെയർ ടൈം. ഓക്കെ, അപ്പം നിങ്ങളുടെ മൈൻഡുമായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് പീസ് ഓഫ് അഡ്വൈസ്. മൈൻഡുമായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അതിപ്പം എന്തെങ്കിലും ഒരു ഹാബിറ്റ് ആവട്ടെ, റുട്ടീൻ ആവട്ടെ, ഫൈനാൻഷ്യൽ ആവട്ടെ, ഗോ ഫോർ ഇറ്റ്. സീ ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. കുറച്ച് ലോങ് ആയി പോയി, ക്ഷമിക്കുക.